ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പാർവതീദേവിയുടെ പ്രാർത്ഥന മാനിച്ച് ജിജ്ഞാസയെ അഭിനന്ദിച്ചുകൊണ്ട് പരമേശ്വരൻ രാമതത്വവും രാമചരിതവും പറഞ്ഞു തുടങ്ങുകയാണ്. അവിടെയും ശ്രീരാമപാദാംബുജം വന്ദിച്ച് സംക്ഷേപമായിട്ട് സാരമായുള്ള തത്വം ഞാൻ പറയാം, നീ കേട്ടാലും എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടാണ്, അതായത് ശ്രോതാവിൻ്റെ ശ്രദ്ധയെ ഒന്നുകൂടി ആകർഷിച്ചിട്ടാണ് പറയാൻ ആരംഭിക്കുന്നത്. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ, പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ, ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം, ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ, അദ്വയനാദ്യനജനവ്യയനാത്മാരാമൻ, തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ, മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം. ആരംഭത്തിൽ ശ്രീരാമതത്വമാണ് പറയുന്നത്. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ് ശ്രീരാമൻ. ശ്രീരാമൻ എന്ന വ്യക്തിനാമവും പുല്ലിംഗ പ്രയോഗവും ചെയ്തുകൊണ്ട് പരമാർത്ഥത്തിൽ പരമാത്മാവാണ് എന്ന് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയാണ്. സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ് മായായുക്തനായി ധർമ്മ സംസ്ഥാപനാർത്ഥം ശ്രീരാമനായി വന്നിട്ടുള്ളത്. അവിടെ ശ്രീയുക്തനായിട്ട് രാമനെ നിർദ്ദേശിച്ചതിലൂടെ ശ്രീ മായയാണ്, പ്രകൃതിയാണ്, സ്ത്രീ തത്വമാണ്. അപ്പോൾ ശ്രീയുക്തമായിട്ട് രാമശബ്ദത്തെ പറഞ്ഞതുകൊണ്ട് പ്രകൃതിയോടൊത്ത പുരുഷൻ അഥവാ ശക്തിയോടൊത്ത ശിവൻ, മായയോടൊത്ത പരമാത്മ എന്ന ഭാവം സൂചിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ മായികമായിരിക്കുന്ന പരമാത്മഭാവത്തിലൂടെ പാരമാർത്ഥിക പരമാത്മാവ് തന്നെയാണ് ലക്ഷ്യമാക്കപ്പെടേണ്ടത്. അതുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പരമമായ ആനന്ദം സ്വരൂപമായവൻ. നിരതിശയമായ സുഖമാണ് ആനന്ദം. ആ ആനന്ദത്തെ തന്നെ പരം ശബ്ദം കൊണ്ട് ഇന്ദ്രിയ മനോബുദ്ധികൾക്കെല്ലാം ഉപരിയുള്ള അഥവാ സകല പ്രമാണങ്ങൾക്കും ഉപരിയുള്ള എന്നർത്ഥമാവുകയാണ് പരം ശബ്ദം കൊണ്ട്. പരമാനന്ദമൂർത്തി, പരമമായ സകല പ്രമാണങ്ങൾക്കും ഉപരിയുള്ള നിരതിശയമായ ആനന്ദം സ്വരൂപമായവൻ, പുരുഷൻ. പുരുഷൻ എന്ന് പറയുമ്പോൾ പൂർണ്ണൻ, പുരിയിൽ ശരീരത്തിൽ ശയിക്കുന്നവൻ, പുരുഷു ശേതേ, പുരികളിൽ ശരീരങ്ങളിൽ ആത്മത്വേന വസിക്കുന്നവൻ, അഥവാ പൂർണ്ണം അനേന സർവം,
എല്ലാം എന്തിനാൽ പൂർണ്ണമാണോ അവനാണ് പുരുഷൻ. പുരുഷ ശബ്ദം പറയുമ്പോൾ സ്വാഭാവികമായും സാഖ്യദർശനത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന പുരുഷനാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. അവിടെ തത്വങ്ങളെ അഥവാ മൊത്തം പ്രതിഭാസത്തെ പ്രകൃതിയെന്നും പുരുഷനെന്നും രണ്ടായി വിഭജിക്കും. ഇപ്പോൾ സാഖ്യദർശനം അനുസരിച്ച് പുരുഷനും പ്രകൃതിയും രണ്ടാണ്, തീർത്തും ഭിന്നങ്ങളാണ്. ഇവിടെ ആ ഒരു സാഖ്യം പ്രതിപാദിക്കുന്ന പ്രതിശരീരം ഭിന്നനായ അഥവാ പ്രകൃതിയിൽ നിന്ന് വിലക്ഷണനായ പുരുഷനാണോ ഇവിടെ പറയപ്പെടുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും. അതുകൊണ്ട് ഒട്ടനെ പറയുകയാണ് പ്രകൃതി തൻ കാരണൻ, പ്രകൃതിക്കും കാരണനായ പുരുഷൻ. അപ്പം അത് സാഖ്യദർശനത്തിൽ പറയപ്പെടുന്ന പുരുഷനല്ല എന്ന് സ്പഷ്ടം. കാരണം സാഖ്യദർശനത്തിൽ പ്രകൃതിയും പുരുഷനും രണ്ട് തത്വങ്ങളാണ്, ഒന്ന് മറ്റൊന്നിന് കാരണമല്ല. ഒന്ന് സചേതനമാണ്, മറ്റൊന്ന് അചേതനമാണ്. പുരുഷൻ അപരിണാമിയാണ്, പ്രകൃതി പരിണാമിയാണ്. ഇവ രണ്ടിൻ്റെയും ചർച്ചയാലാണ് സകല പ്രപഞ്ച വ്യവഹാരങ്ങളും തന്നെ സാഖ്യന്മാർ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരിക്കലും അപ്രകാരമുള്ള പ്രതിശരീരം ഭിന്നനായ പുരുഷനല്ല ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി പ്രകൃതിക്കും കാരണഭൂതനായ, പ്രകൃതിയെപ്പോലെ നിലകൊള്ളുന്ന മറ്റൊരു തത്വമായ പുരുഷനല്ല, പ്രകൃതിക്കും കാരണഭൂതനായ, പോരെങ്കിൽ ഏകനായ എന്ന് പറയുന്നതോടുകൂടി സാഖ്യവാദത്തിൻ്റെ സംശയം പോലും അവിടെ ശേഷിക്കുന്നില്ല. കാരണം സാഖ്യദർശനത്തിലും അതിനനുസൃതമായ യോഗദർശനത്തിലും പുരുഷൻ അനേകമാണ്, പ്രതിശരീരം ഭിന്നനാണ്. യോഗദർശനത്തിൽ പുരുഷൻ പ്രതിശരീരം ഭിന്നൻ തന്നെ എങ്കിലും വിലക്ഷണനായ മറ്റൊരു പുരുഷനെ അവർ യോഗികൾ പറയുന്നുണ്ട്, ഈശ്വരനെന്ന്. ഏതായാലും ഇവിടെ ആ പ്രകൃതി പുരുഷൻ എന്ന് രണ്ടായി പിരിഞ്ഞിരിക്കുന്ന പുരുഷനെ അല്ല പറയുന്നത്. അതുകൊണ്ട് ഏകൻ എന്ന് പറഞ്ഞിട്ട് മതി വരാതെ പരൻ എന്നും പറഞ്ഞു. പരൻ, പരമമായ അഥവാ ഇന്ദ്രിയ മനോബുദ്ധികൾക്കെല്ലാം ഉപരിയുള്ള, അല്ലെങ്കിൽ സകല പ്രമാണങ്ങൾക്കും ഉപരിയുള്ള എന്നർത്ഥം. അങ്ങനെ പരനായ പുരുഷൻ, പരപുരുഷൻ, പുരുഷോത്തമൻ, ദേവൻ, അനന്തൻ, ആദിനാഥൻ പുരുഷോത്തമനാണ്. പുരുഷോത്തമ ശബ്ദത്താൽ ക്ഷരത്തിനും അക്ഷരത്തിനും ഉപരിയുള്ള, ക്ഷരം ഉണ്ടായി നശിച്ചു പോകുന്ന വിരാട്ട്, അതിനുമുപരിയുള്ള കാരണബ്രഹ്മം, ഈ കാര്യകാരണ ഭാവങ്ങൾക്ക് രണ്ടിനും ഉപരിയുള്ള തത്വത്തെയാണ് പുരുഷോത്തമ ശബ്ദത്താൽ പറയുന്നത്. പരമാത്മാ എന്നർത്ഥം. ഉത്തമ പുരുഷസ്ത്വന്യഃ പരമാത്മാ ഇത്യുദാഹൃതഃ എന്ന് ഗീത. ആ പരമപുരുഷോത്തമനാണ് ദേവൻ, സർവത്തെയും പ്രകാശിപ്പിക്കുന്നവൻ. അനന്തൻ, ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തു കൊണ്ടോ അന്തമില്ലാത്തവൻ, അറ്റമില്ലാത്തവൻ. അനന്തൻ, അപരിമിതൻ എന്നർത്ഥം. ആദിനാഥൻ, സകലത്തിനും ആദി കാരണവും സകലത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ. ആദിയുമാണ്, നാഥനുമാണ്. ആദിശബ്ദം കൊണ്ട് സർവകാരണത്തെ ദ്യോതിപ്പിക്കുന്നു, നാഥശബ്ദം കൊണ്ട് സർവത്തെയും നിയന്ത്രിക്കുന്നതിനെ ദ്യോതിപ്പിക്കുന്നു. ഇങ്ങനെ സർവപ്രപഞ്ച വികാരങ്ങൾക്കും ആദി കാരണമായി സർവത്തെയും നിയന്ത്രിക്കുന്നവനായി നിലകൊള്ളുന്ന പരമേശ്വരനാണ്, പരമാത്മാവാണ് ശ്രീരാമനെന്നറിഞ്ഞാലും എന്ന് പറഞ്ഞുകൊണ്ട് രാമതത്വത്തെ വിസ്തൃതമായി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ക്രമമായി ശ്രദ്ധിക്കാം.